ജോക്കി, ഞാൻ കുറച്ച് കാര്യങ്ങൾ മീറ്റിങ്ങിന് മുമ്പ് ജോക്കിയോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് ജോക്കി, നമ്മുടെ കോ ലീഡർ ഉണ്ടല്ലോ ചന്ദ്രബോസ്, ഞാൻ അങ്ങോട്ട് പറയുന്നത് അവനെ കോ ലീഡറിന് മാറ്റണം കേട്ടോ. ഓൾറെഡി സസ്പെൻഡഡാ. ഒരു മാസത്തേക്ക് അവനെ ഡിസ്മിസ് ആക്കിയേക്ക്. ഒരു മാസത്തേക്ക് അവൻ എന്റെ അടുത്ത് വന്നിട്ട് രഹസ്യമായിട്ട് പറയുക അവൻ 14 ഗണ്ണ് മൂട്ടിച്ചെന്ന്. ആരാ അത്? ആരാടാ ഇപ്പൊ വന്നിട്ട് പോയത്? അതാരാ കേസ് വന്ന? ചന്ദ്രനാണോ തോന്നേ? എന്റെ മോളിൽ കയറി കേട്ടാ. എന്റെ അവിടെ കയറിയതോ ഓടിപ്പോണ. ഒരു പൂഞ്ഞാറ്റിലെ മൈരം വന്ന് നിൽക്കുന്നു ഇവിടെ താഴെ. കൊറേ നാളായിട്ട് വലിപ്പിക്കുമല്ലേ, ഇനിയും വലിച്ചു കയറ്റണോ? ബർത്ത്ഡേ ആണോ അന്ന്? ഹാപ്പി ബർത്ത്ഡേ ചന്ദ്ര. ഇല്ല ഞാൻ ഓടി ഒരു കാര്യത്തിന് പുറകെ കാര്യം പറയണം. ഓ അത് സംശയം അണ്ണ വാസനത്തിൽ കാര്യം പറയണം. ഒന്ന് അണ്ണ നിൽക്കാൻ പറയാൻ പറ്റുന്നില്ല. ഈ മനുഷ്യ സ്ഥിതി വന്നപ്പോ മുതൽ ഒരു വിഗ്രഹം സൂക്ഷിക്കുന്ന പോലെ തട്ടാതെ മുട്ടാതെ ഒരേതെയും ഇതാക്കാതെ കൊണ്ട് നടക്കണേ വലിയ ഈ മനുഷ്യനെ. അതെന്തിനാ കൊണ്ട് നടക്കണേ? വലിയ കൊച്ചു പിള്ളേരുടെ വല്ലം സംസാരിച്ച് അവന്മാര് വെട്ടിക്കയറ്റി വണ്ടി കൊണ്ടുവയ്ക്കാൻ ഞാൻ സമാനം പറയും. ഞാൻ അതുകൊണ്ട് ഒരു 10-15 കാശ് കൊണ്ട് അവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ഒന്ന് കൊണ്ടുവരാൻ പറ്റും. ഈ മുതലല്ലേ നമുക്ക് കുറച്ച് ബോഡി ഗാർഡിനൊക്കെ സെറ്റാക്കി കൊണ്ടുപോവാ. ശരിയല്ലേ ജോക്കി മട്ടത്തെ പോലെ സംസാരിച്ച തട്ടിക്കൂട്ടി കൊണ്ടുപോയിക്കളല്ലേ? കൊണ്ടുപോകും പിള്ളേര്. ഒന്നും ഇടത്ത് വെട്ടുവന്മാര് ഉറപ്പായിട്ട് വെട്ടത്തന്നെ കൊല്ലും. അവന്മാരിക്കറിയില്ല നമുക്കല്ലേ ഗോഡ് ഫാദർ. നമുക്ക് ഈ ഗോഡ് ഫാദറിനെ വേണം. അപ്പൊ ഞാൻ കുറച്ച് പിള്ളേരെ ഞാൻ ബ്ലാക്ക് മാർക്കറ്റിലൊക്കെ അവരെ കുറച്ച് കാശൊക്കെ കൊടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആണല്ലേ? ഓ എന്ത് ചെയ്യണം? കൊണ്ടോ ഇവിടുന്ന് കൊണ്ടോ. പണ്ടത്തെ മുടക്കൊരു ഉറവില്ലാട്ടാ. നല്ല മുതുക്കിലാരൊക്കെ കഴിച്ചു തൂക്കി കൊടുത്തത്. അല്ല ഇപ്പൊ അടിയൊന്നും മേടിക്കുന്നില്ലല്ലോ പണ്ടത്തെ പോലെ. അടിയൊന്നും കിട്ടിയിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇവിടത്തെ തല്ല് കൊള്ളാത്തതിന്റെ ഒരു അഹങ്കാരം ഉണ്ട് ചെറുതായിട്ട്. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് മുതുക്കിൽ ഈ മുണ്ട് വലിച്ച് മോളി കയറ്റി കട്ടകളൊക്കെ വെച്ചോണ്ട് അവിടെ നിക്കണ്. ഓ അവിടെ സത്യം മുതുക്കിൽ അങ്ങനെ നിക്കണ്. അപ്പൊ ഞാൻ കണ്ട ഉടനെ ഒന്നും നോക്കിയില്ല. അവിടെ ഏതോ ഒരു പട്ടാ ചെറുക്കൻ്റെ വണ്ടി പിടിച്ചു വാങ്ങി നേരെ പോയി അണ്ണു വാ ഒരു കാര്യം പറഞ്ഞു വണ്ടി നൈസായിട്ട് പറഞ്ഞ് കയറ്റി. എന്ത് പറ്റി വിളിക്കാലോ? പുള്ളി ഇപ്പൊ ഇമാജിനറി ഹോസ്റ്റേജ് ആയിട്ട് എങ്ങനെ ബിഹേവ് ചെയ്യാന്ന് പഠിക്കുമെന്ന് തോന്നുന്നു കേട്ടോ. നോക്ക് അപ്പൊ പാസർ നമുക്ക് അങ്ങോട്ട് പോവാ. എന്ത് പറയണ? എടാ ഗ്രൂപ്പിലൊന്ന് പറഞ്ഞ എല്ലാം അടുത്ത് കേറാൻ. ആ ഗ്യാപ്പിൽ നമുക്ക് ഇത് എനിക്ക് വേണ്ടിട്ടാണോ ഇത്രയും ആൾക്കാർ? ഇത് എന്താണ് ഇത്? ഇവരൊക്കെ അനങ്ങുമോ? അതോ സ്റ്റാച്ചു മാത്രമാണോ? അനങ്ങുമല്ലേ? അണ്ണാ ശരി. അപ്പൊ ഇതാണ് അണ്ണു. അപ്പൊ ഈ അണ്ണുവിന്റെ പ്രൊട്ടക്ഷൻ എന്താണ് നിങ്ങൾ എല്ലാരെയും വിളിച്ചത്? അതെ. അപ്പോ ഇടം വല്ലം കൂടെ ഉണ്ടായിരിക്കണം. ഞാൻ ഇവിടെ നേറ്റെടുക്കാം ചന്ദ്ര. ഇവനെ സ്വന്തമായിട്ടൊന്ന് പരിചയപ്പെടുത്താൻ സമയമുണ്ടോ നമുക്ക്? പിന്നെ ആദ്യം 1 മുതൽ പേര് പറയൂ. അണ്ണാ ഗ്യാങ് ഇതൊക്കെ പുള്ളിയുടെ ഒരു സന്തോഷമല്ലേ? പിള്ളേർക്കും വയസ്സായവർക്കും ഒക്കെ പരിചയപ്പെടുത്താവരുത്. അല്പനെ അർദ്ധരാത്രി ഞാൻ ടാർപ്പടിച്ച് കെട്ടണതാണ്. നീ എന്തൊരു മൂഞ്ചനാണോ നീ? ഇതൊക്കെ അറേഞ്ച് ചെയ്തിട്ട് അങ്ങനെ കളിയാക്കുക. എന്തൊരു കള്ളനാണോ നീ? ഇവനെ കിട്ടണ്ടേ? കണ്ട ഇതുകൊണ്ടാണ് ഇവനെ ഒറ്റിയത്. കണ്ടാ നമ്മളെ അണ്ണുവാണ്. പിന്നെ പുള്ളിക്കൊരു കുറവുണ്ടാവാൻ പാടില്ല ഇവിടെ. മനസ്സിലായ? സത്യം അതാണ് എല്ലാം ചെയ്തത്. ഇതിപ്പോ എന്റെ പേടി അതല്ല, അവന്മാരെ പുള്ളി അടിച്ചു കൊല്ലുമെന്നാണ് എന്റെ പേടി. ഇപ്പൊ ടിവിയിലെ പിള്ളേരെടുത്ത് പോലെ ബിഹേവ് ചെയ്യണത് അവിടെ ചെന്നേടാ പോടാന്നൊക്കെ വിളിച്ച് അവൻ ദേഷ്യം വന്ന് അടിക്കുമെന്നാണ് എന്റെ പേടിയില്. ആലോചിച്ചോക്കി ഇങ്ങനെ ഇത്ര ആൾക്കാരെ കൊണ്ട് നടക്കണ കാര്യം ആലോചിച്ചോക്കി. കേട്ടാ ഇത്
എടാ ചാക്കോ അത് മതി. അന്നാ നമുക്ക് പിന്നെ പരിചയപ്പെട്ടാലോ, നമുക്ക് ഗ്യാങ് ഹൗസിലോട്ട് പോയാലോ? എടാ ഇതൊക്കെ ഇവരെ സമയം ഡിസ്റെസ്പെക്ട് ചെയ്യുന്ന പോലെയല്ലേ ചന്ദ്ര, ഇത്രയും നേരം ഇവിടെ വന്നിട്ട് Sorry. പരിചയപ്പെടണ്ടേ? My mistake. നാലാമത്തെ ആളുടെ പേര് പറയൂ. നിങ്ങളുടെ മോഹം എല്ലാം ഒരുപോലെ ഇരിക്കും. ഞാൻ എങ്ങനെയാ നാളെ ചാക്കോ വാന്നും തങ്കപ്പനാന്നൊക്കെ ഈ അറിയുന്നത്? കണ്ണാടി എല്ലാരും ഹെൽമെറ്റ് ഇത് രസമുള്ളൂ, കാശ് പറയാമോ? ഓ മേൻ ജോഗി ഹെൽമെറ്റ് വരുന്നത് പ്രോട്ടോകോളിനെതിരാണ് ആക്ച്വലി സത്യം പറഞ്ഞ. നമുക്ക് അത് ശരിയാണ്. എന്റെ പേര് കബൂക. മന്ദാരമാണ് പൂച്ചയുടെ മാസ്ക് ഇട്ട് നിൽക്കുന്നത് അല്ലല്ലോ. അല്ല മന്ദാരൊക്കെ അവിടെ. അടുത്ത ആളുടെ പേര് പറയൂ. ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ. വാസന ഇങ്ങനെ ഇതാണ് കമന്റോ കമന്റോ പ്രത്യേക നിർദ്ദേശം എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ നാക്ക് ഒട്ടും ശരിയല്ല, മനസ്സിലായ? ആരോട് എന്ത് പറയണമെന്ന് അറിഞ്ഞൂടാ പുള്ളിക്ക്. പുള്ളി പണ്ട് ഒരു 3 വർഷം മുമ്പ് അങ്ങോട്ട് ഇങ്ങോട്ട് ഇവിടെ ഞാൻ സംസാരിക്കുന്നത് കോങ്കണ്ടുള്ള കമന്റ് ആണോ? ഹലോ അങ്ങോട്ട് നോക്കി സംസാരിക്കണേ. ഓക്കെ എന്ന് വെച്ചാൽ പുള്ളി പണ്ട് ഒരു 4 വർഷം മുമ്പാണ് ഇതിനു മുമ്പ് വന്നിട്ടുള്ളത്. അപ്പൊ പുള്ളിക്ക് അന്നുണ്ടായിരുന്ന മറ്റേ രാജാവിന്റെ സ്ഥാനം ഉണ്ടായിരുന്ന രാജാവിന്റെ ഇപ്പൊ രാജഭരണം അല്ലല്ലോ, ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലേ, ആ സമയത്ത് രാജാക്കന്മാർ എങ്ങനെയാണോ ബിഹേവ് ചെയ്തത് അതുപോലെ പുള്ളി ഇങ്ങോട്ട് എത്തിയിട്ടില്ല. പുള്ളി എല്ലാവരുടെ അങ്ങനത്തെ കമാൻഡ്സ് ഒക്കെ ഇടും. അപ്പൊ നിങ്ങളുടെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ തന്നെ പുള്ളി ചിലപ്പം കാണുമ്പോ വല്ല ഗ്യാങ്ങിന്റെ അടുത്തായിരിക്കും മെസ്സ് അടിക്കുന്നത്. അവര് തല്ലിപ്പരട്ടി കക്കൂസ് കഴിപ്പിക്കാതെ നോക്കണം. അന്നാ ഇത് നമ്മുടെ പയ്യൻ, ഇത് ബ്ലാക്ക് മാൻ ലഭ്യന്റെ താഴെയുണ്ട് വെച്ച് പിടിപ്പിച്ചതല്ല. സെറ്റപ്പ് പുള്ളിയോട് നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് കമാൻഡോ എന്ന് പറഞ്ഞാൽ മതി. പുള്ളി ഇനി അടുത്ത വർഷം വരുള്ളൂ. ഇതിനെ പറ്റി ഒന്നും വെപ്പാടി എടുത്ത് വെച്ചാ ഉണ്ണി കൂടെ വെച്ചേ ആളെ തിരിച്ചറിയാ പോയി. അണ്ടാ തോക്കോര ഡ്യൂപ്പ് കൊണ്ടുപോയി കൂടെ കട്ടക്ക് ഇത് മാത്രം നമുക്ക് ചെയ്തു. അപ്പൊ കമന്റോ പറഞ്ഞു കേട്ടല്ലോ. ഹലോ എന്തോ പുതിയ പ്രശ്നം അവിടെ പേര് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നി. നീ ലാസ്റ്റ് നിൽക്കുന്നവന്റെ പേരൊന്ന് ചോദിച്ചേ. പേരെന്താ കമന്റോ? സോമൻ വളഞ്ഞ വഴി. പിന്നെ അടുത്ത ഇങ്ങോട്ടോ വാ, കഴിഞ്ഞിട്ടില്ല. ഒരുത്തന്നെ ഇങ്ങോട്ടോ ഒരു കമാൻഡ് പേരാണ് പൂച്ചയുടെ ഹെഡ് മാസ്ക്. അല്ല അത് വളഞ്ഞ വഴി എല്ലാരും അല്ലല്ല, ഒരു മിനിറ്റ് വളഞ്ഞാഴി പേര് ചോദിക്കും. പൂച്ചയുടെ ഹെഡ് മാസ്ക് എന്താ പേരെന്താ കമാൻഡോ? പൂച്ച ക്യാറ്റ് അണ്ണാ നാളെ ആരെയും ഇടിക്കാൻ വരുന്ന സമയത്ത് ഇവന്മാരുടെ ഒക്കെ പേര് വെച്ച് കഴിഞ്ഞാൽ പൂച്ച, സോമൻ വളഞ്ഞ വഴി, കുണ്ടിലാമ്പറമ്പിൽ ജോണി. ഇതെന്താണ് ഇതൊക്കെ? നിങ്ങളുടെ ഒറിജിനൽ പേരെന്താ? ലെവി. അപ്പൊ ഇത് നിങ്ങളെ ഇത്രയും പേരെ ഞാൻ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടോ എങ്ങനെ വിളിക്കും? അയ്യോ അവരൊരു ജോക്കിക്ക് വേണ്ടിട്ട് ഒരു ഇന്റഗ്രേറ്റഡ് റേഡിയോ ഉണ്ടാവും. ഉണ്ടാവും. ആ റേഡിയോക്കകത്ത് കണക്ട് ചെയ്യുക. ജോക്കി ഇവരെല്ലാരും അതിനകത്ത് ഉണ്ടാവും. എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ കമാൻഡോസ് എന്നൊന്ന് വിളിച്ചാൽ മതി. അപ്പോഴേ സ്പോട്ട് ലൊക്കേഷനും പറയാം. അപ്പോഴേ പറഞ്ഞു. ഓക്കെ ഇതിനെ വേറെ നമ്പറാ ഞാൻ വാങ്ങിക്കണ്ടേ? ചന്ദ്ര ഒന്ന് മാറി ഞാൻ ഓടിക്കാം. ഒരു സ്ഥലത്ത് ജോക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ. അണ്ണാ ഒരു സെക്കൻഡ് ഇവരൊന്ന് കേറ്റിക്കോട്ടെ. നീലനൊന്നും വരത്തില്ല. നീലന്റെ ഒരു റിലേറ്റീവിന് ഹോസ്പിറ്റലിൽ ഇനി രണ്ടുപേർ കേറാൻ പറ്റും. എനിക്ക് കേറാൻ പറ്റും. ഡ്രൈവ് സീറ്റ് മാറാൻ പറ്റില്ല. ഡ്രൈവ് സീറ്റ് മാറേ. ഡ്രൈവ് സീറ്റ് മാറ്റി തരാം. ആയിട്ട് അകത്തോട്ട് പോയേ. ജോക്കി ഗോഡ് ഫാദർ അല്ലേ ജോക്കി? ബാബു അല്ല ജോക്കിയുടെ ആ അത് ബാബുന്റെ അനിയൻ. ഞാൻ വിളിച്ചിട്ട് വരാം ജോക്കി, ഒരു മിനിറ്റ്. എടാ ചോട്ടു നീ വന്നേ. ജോക്കി ഇതാണ് ചോട്ടു ബാബുന്റെ അനിയൻ. നിങ്ങൾ ഞങ്ങൾ വരാം.
ജോറൊന്ന് കറക്റ്റ് പറഞ്ഞു. ചന്ദ്ര എന്താ എന്താ ഇതെല്ലാം കത്തിപ്പോയോ? ഹലോ ഹലോ ആ ജോക്കി എന്തിനാ ഇവനെ നോക്കിയിരിക്കുന്നേ? ഞാൻ ആരെ നോക്കി? ഇവൻ എന്നെ നോക്കി നിൽക്കുന്നേ. ഞാൻ ആരെ നോക്കി നിൽക്കുന്നില്ല. ആ ഇതാണ് ചോട്ടിനെ നോക്ക്. ചോട്ടിന്റെ അടുത്ത് സംസാരിക്കേ. ചോട്ടോ ചേട്ടന്റെ വിവരം വല്ലതും ഉണ്ടോ? ചേട്ടൻ എവിടെ ഇരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു? കാണാനേ ഇല്ല. ഇവൻ തന്നെയാടേ. ഒന്നുകൂടെ സംസാരിച്ചേ. അച്ഛന്റെ പേര് ഇതാ അവനല്ലേ? അല്ല ഉറപ്പാണ്. പിന്നെ എങ്ങനെയാണ് സാമ്യമൊക്കെ? ഒരു പാട്ട് പാടിയാണ്. ഒരച്ഛന്റെ മക്കളല്ലേ ജോക്കി, പിന്നെ എങ്ങനെ വരാതിരിക്കുന്നേ? ഒരു പാട്ട് പാടി. പാട്ട് പാടാൻ പറയാനല്ലോ. പാലും പഴവും കൈകളിലേന്തി, 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 പാലും പഴവും കൈകളിലേന്തി. ഞാനും ആ മൂടൊക്കെ പിടിക്കുമായിരുന്നു. അരമണിക്കൂറായിട്ട് ഒരു കാര്യം തന്നെ പറഞ്ഞോണ്ടിരിക്കണം നീ. കുഴപ്പമില്ല. നമ്മൾ അതിന് ഞാൻ അവന്റെ ഫ്രണ്ടിൽ കയറി നിക്കട്ടെ. ചോട്ടു പിന്നെ കാണാൻ. ചോട്ടു കുറച്ച് പരിപാടി. ചന്ദ്രബോസ് അല്ല ഇതാരാ? ചന്ദ്രബോസ് 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 ഉണരൂ ബോസ്. ബോസ് ചന്ദ്രബോസ്. ആ എന്താ? ജോക്കി വാ, ജോക്കി വാ, വാ 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 വാ. പോണ കൊട 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 വേണോ അണ്ണൻ? കൊട കൊട വേണോ ജോക്കി? കൊട വെയിൽ പ്രശ്നമുണ്ടോ? വേണ്ട. ഞാനെത്ര ആനയെ നെറ്റിപ്പട്ട വെക്കാം. ഗോഡ് ഫാദർ വരുന്നുണ്ടേ. ഇങ്ങനെ എടുത്തെടുത്ത് പറയണ്ടേ. ഇത് ലീഡർ ഡ്രോപ്പ് നമ്പർ. മിസ്റ്റർ എക്സ് ആണ് ഇട്ടേക്കണേ. ഓ ദൈവം നമ്പർ വിളിച്ചാലും കൊടുക്കണ്ടെന്ന് ഞാൻ പറയാം. എന്റെ ഫ്രണ്ടിൽ കയറി നടക്കും. ഒരാളെന്റെ നമ്പർ ഒന്ന് ഡ്രോപ്പ് ചെയ്താ മിസ്റ്റർ എക്സിന്. തന്നെ ആരെങ്കിലും ഉണ്ടെങ്കിലേ വെടി വെക്കാനായിട്ട്. എടാ നിങ്ങള് ഗ്യാങ്സിന്റെ കോർണേഴ്സിലോട്ടൊക്കെ നിക്കൂലേ? കൊള്ളാം കേട്ടോ. ഒരു പ്രൗഢിയൊക്കെ ഉണ്ട്. നമ്മൾ ഇത്രയും പേരുള്ളൂ. ഓ നിറഞ്ഞു നിക്കുന്നത് എന്താണിത്? ഇതെന്താണ്? ഓറ തന്നെ അല്ല പിന്നല്ലാതെ കേട്ടോ തപ്പാരിപ്പുണ്ടാ പൊള്ളു കള്ളക്കഴവേറി ഉണ്ടല്ലോ അവന്റെ. ഈ മൂജിനെയാണോ എനിക്ക് പൂതല ഏൽപ്പിച്ചേക്കുന്നേ? എന്താ എടാ ഇത് നമ്മളങ്ങ് ഭയങ്കര എത്ര ഇതാരാടാ തുണിയിട്ട് മൂടിയിരിക്കുന്നേ? നാണോ അവന്? ആ മൂന്നാമത് നിൽക്കുന്നേ മണവാട്ടിയാ? ഞാൻ നിന്നെ പെണ്ണ് കാണാമെന്ന് അറബിയൊന്നും അല്ല. അല്ലെങ്കിൽ ടീഷർട്ടാണ് നല്ലത് കുറച്ചുകൂടി ഇടപ്പോ ഒരു കംഫർട്ട്. അല്ല ശരിക്കും നല്ല രീതിക്ക് കാണേണ്ടിയിരിക്കുന്നു. ഇപ്പൊ വരാവേ. വാസു ഇങ്ങോട്ട് ടെസ്റ്റ് ചെയ്യട്ടെ. ഓരോരുത്തരുടെയും പേര് പറയാം. മനസ്സിലായി? ഇത് അമ്പത്തൂര്. ഇത് ആർക്കും അറിയാം. രണ്ടാമത്തോട്ട് പറ. ഇത് മുൻമന്താരം. തുണിയിട്ടവന്റെ പേര് ഇത് കില്ലുവാ. ഇത് വില്ലുമോൻ.
ഇത് സ്റ്റീവ്. ഇത് കഴുത്തിലിട്ടിരിക്കുന്നത് ആരാ? ഇത് ഹെൽമെറ്റ് മാറ്റിയടാ. ഡോർക്ക് മംഗലശ്ശേരി പോയാണ്. ഇത് അല്ലല്ല, ഇത് നമ്മുടെ ഡീമൻ. ഇത് SRK, ഇത് ലോലൻ, ഇത് ഏബൽ, ഇത് മോബി, ഇത് ജുഗുറു, ഇത് സെക്കൻ, ഇത് സ്നൈപ്പ്, ഇത് മന്ദാരം. അല്ല ഇത് അപ്പുകൊണ്ടൻ, ഇത് സ്റ്റീവ്, ഇത് ജൂഡ്. എടാ മക്കളെ, അപ്പൊ കണ്ടതിൽ എല്ലാരും സന്തോഷം. ഞാൻ കുറെ പേര് ആദ്യമായിട്ട് കാണും കേട്ടോ ഇതിനകത്ത്. എടാ ബാലൻ എന്ത് ചെയ്യടാ? ബാലൻ ഒരു ചെറിയ ഗ്യാപ്പിലാ ജോക്കി. ബാലൻ ചെറിയ ഗ്യാപ്പിലല്ലേ? ആ നമുക്ക് അകത്തോട്ട് കയറാം. എല്ലാരും ബോയ്സ് എല്ലാം അകത്തോട്ട്. ഹലോ ഹലോ, പേരെന്തായിരുന്നു? മിച്ചു പോപ്സ്. മിച്ചു പോപ്സ്. എന്ത് വന്നാലും നിങ്ങളിവിടെ പണിക്ക് പോകുന്ന പിള്ളേരാണെന്ന് ജോക്കി അറിയാൻ പാടില്ല. ഓക്കെ, ലാസ്റ്റ് വരെയും ഈ ഒരു ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യണം. ഇടി വെട്ടിയാൽ പോലും അനങ്ങാനും മിണ്ടാനോ തിരിയാനോ പാടില്ല. കാരണം പുള്ളിക്ക് ചിലപ്പോൾ അതൊക്കെ ഹേർട്ടാവും. ഭയങ്കര പഴയ പിഞ്ചു മനസ്സുള്ള ആളാ. നമ്മൾ പുള്ളി ഇപ്പോഴും ശരിക്കും വിശ്വസിച്ചിരിക്കുന്നത് നിങ്ങൾ രാജ്യത്തിന് വേണ്ടിയിട്ട് പൊരുതിക്കൊണ്ടിരിക്കുന്ന കമാൻഡോസിനെ പുള്ളിയുടെ പേഴ്സണൽ സെക്യൂരിറ്റി ആയിട്ട് കൊണ്ടുവച്ചിരിക്കുന്നതാണ്. ധൈര്യത്തില ധൈര്യം കൂടി പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ നൈസായിട്ട് ഇത് അങ്ങനെ പ്രശ്നത്തിനൊന്നും പോണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ പുറകോട്ട് വലിക്കണം. മനസ്സിലായില്ലേ? ആളെ പൊക്കിയിട്ട് നിങ്ങളെ പുറകോട്ട് വലിക്കണം. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ വലിയ പ്രശ്നത്തിലോട്ട് പോകും. നിങ്ങൾ ഇങ്ങനെ കളിത്ത് നോക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആൾ അറ്റാക്ക് വന്ന് അപ്പം വീഴും. സത്യം. അവസരം ഒരു കാര്യം പറയട്ടെ എന്നാ, ഇതെല്ലാം ബ്ലാക്ക് മാഫിന്റെ പിള്ളേരാ. അപ്പൊ ഇവർക്ക് കുറച്ച് ദിവസമായിട്ട് നമ്മളൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് എത്തിയ സമയം ഉണ്ടെങ്കിൽ ജസ്റ്റ് അവർക്കൊന്ന് എന്തോ സംസാരിക്കണ്ടായിരുന്നു. അവരുടെ കൂടെ സമയമില്ലായിരിക്കും. പിന്നെ ഞാൻ ഇനി അവരുടെ ബോഡി ഗാർഡായിട്ട് ഞാൻ പോകാൻ പോവാണ് ഇത് കഴിഞ്ഞിട്ട്. നിനക്ക് എങ്ങനെ തോന്നണ ഇങ്ങനൊക്കെ ഒരു മനുഷ്യനെ പറ്റിക്കാൻ? ജോക്കിയെ തല്ലുപടിക്ക് പോകുന്ന പിള്ളേരുടെ കയ്യിൽ തോക്കം കൊടുത്ത്. ഇല്ലാണ്ട് എമ്മാർക്ക് വലിയ ബിസിനസ്സാ. പൊട്ടണതൊക്കെ ഉണ്ട്. വേണ്ടി വന്നാ പൊട്ടിക്കുമാര് മിടുക്കന്മാരൊക്കെ ഉണ്ട് അകത്ത്. ഉലയിലാട്ടിയ അങ്ങനൊന്നും പറയരുതേ. വലുതായിപ്പോ